ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ മിഷൻ. അത് തീർച്ചയായിട്ടും അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ, ഡേറ്റ മൈനിങ് പോലെ, മറ്റേ ഈ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ, അതായത് വളരെ ദ്രുതഗതിയിലാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മാറ്റത്തിനനുസരിച്ച്, അതായത് ഒരു ഇപ്പൊ നമുക്കറിയാം, ഒരു ഇന്റർവ്യൂവിന് ഒരു ഇത് കിട്ടി, കോൾ കിട്ടിച്ചെന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ബയോഡേറ്റ ഫയൽ ചെയ്തിരിക്കുന്നത് AI സഹായത്തോടെ ആണോ എന്നാണ് ഇന്റർവ്യൂവർ ശ്രദ്ധിക്കുന്നത്. AI സഹായത്തോടെ ആണ് എങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ്. കാരണം അവർക്കറിയാം അവരുടെ ഫേമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ടെക്നോളജിക്കൽ മേഖലയിലൂടെ, ടെക്നോളജിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറുള്ള കാൻഡിഡേറ്റ് ആണ് ഈ കാൻഡിഡേറ്റ്. അതാണ് AI സഹായത്തോടെ റെസ്യൂമെ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ആ ഇന്റർവ്യൂവറിന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലത്തെ ഇന്റർവ്യൂ സമ്പ്രദായമോ കമ്പനി സമ്പ്രദായമോ ടെക്നോളജി സമ്പ്രദായമോ അല്ല ഇന്ന് മാറ്റം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എങ്കിൽ, അതായത് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ മിഷൻ, അങ്ങനെ ഒരു കേപ്പബിലിറ്റി സെന്റർ മിഷൻ വരുന്നു.